പ്രണയം ആരോട് എപ്പോ തോന്നുന്നു ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇനി ആരുടെങ്കിലും പ്രണയം തോന്നിയ തട്ടുവിട്ട് കഴിഞ്ഞ എന്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. തട്ടത്തിമരത്ത് സിനിമയിലെ ഡയലോഗ് പോലെ പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും കാണാനും പറ്റില്ല. അവിടെ നമ്മുടെ ലോജിക്കൊന്നും വർക്ക് ആവേയില്ല. നമ്മുടെ പ്രണയസങ്കല്പങ്ങൾ ഉണ്ടാകാനും ഒരുപാട് പ്രണയങ്ങൾ പൂവിടാനും ഒക്കെ ഇവിടെ ഇറങ്ങുന്ന പല സിനിമകളും പല പ്രണയ സിനിമകളും കാരണമായിട്ടുണ്ട്. നമ്മുടെ പ്രണയസങ്കല്പങ്ങൾ ഉണ്ടാകാൻ സിനിമകൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രണയം പറഞ്ഞ സിനിമയിലെ ആ ഒരു പ്രണയലോകത്തിലേക്ക് നമ്മൾ എത്തിച്ച മലയാളത്തിലെ ഏറ്റവും മികച്ച 10 പ്രണയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശങ്കരൻ നായർ ഡയറക്ട് ചെയ്ത് 1978 ഇറങ്ങിയ മധുരോത്സവം. രാജുവിന്റെയും എലിസബത്തിന്റെയും പ്രണയം പറഞ്ഞ സിനിമയിൽ കമലഹാസനും സെറീന വഹാബുമാണ് രാജു എലിസബത്തുമായി എത്തിയത്. സിനിമയിലെ അവരുടെ അൺകണ്ടീഷണൽ പ്രണയവും പ്രണയത്തിന് വേണ്ടിയുള്ള അവരുടെ സാക്രിഫൈസും സിനിമയുടെ അവസാനത്തിലെ അവരുടെ പ്രണയത്തിനുണ്ടാകുന്ന ദുരന്തവും എല്ലാം മധുരോത്സവത്തിനെ ഒരു മികച്ച പ്രണയ സിനിമയാക്കുന്നു. കമലഹാസനും സെറീന വഹാബും മികച്ച അഭിനയമാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. MT വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ ഡയറക്ട് ചെയ്ത് 1986 ഇറങ്ങിയ നക്ഷത്രങ്ങൾ. രാമുവിന്റെയും ഗൗരിയുടെയും പ്രണയവും ഗൗരി ജോലി ചെയ്യുന്ന വീട്ടിലെ ലക്ഷ്മിക്ക് രാമുവിനോട് തോന്നുന്ന പ്രണയമൊക്കെയാണ് സിനിമയുടെ കഥ. ഗൗരിയായിട്ട് മോനിഷയും രാമുവായിട്ട് വിനീതും ലക്ഷ്മിയായിട്ട് സലീമിയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയിലെ പാട്ടുകളും സിനിമയുടെ ട്രാജിക്കായ ക്ലൈമാക്സും കൊണ്ടെല്ലാം മലയാളത്തിലെ മറ്റൊരു മികച്ച പ്രണയ സിനിമയായിരുന്നു നക്ഷത്രങ്ങൾ. മോനിഷയുടെ ഈ ആദ്യത്തെ സിനിമയിൽ തന്നെ മോനിഷ മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് നേടി. ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്ത് 2017 ഇറങ്ങിയ മായാനദി. മാത്തന്റെയും അപ്പുവിന്റെയും അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞ പ്രണയമായിരുന്നു സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്തൻ അബദ്ധവശാൽ ഒരു പോലീസുകാരനെ കൊല്ലുന്നു, അവിടുന്ന് രക്ഷപ്പെടാൻ എക്സ് ഗേൾ ഫ്രണ്ട് അപർണയുടെ അടുത്ത് വരുന്നതുമായിരുന്നു സിനിമയുടെ കഥ. അത്രയ്ക്ക് മനോഹരമായി ചിത്രീകരിച്ച പ്രണയ ഇന്റിമേറ്റ് രംഗങ്ങളും ഒരിക്കൽ മാത്രയിൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ട അപ്പുവിന്റെ ഫ്രസ്ട്രേഷനും മാത്തൻ പോയതറിയാതെയുള്ള അപ്പുവിന്റെ കാത്തിരിപ്പ് കൊണ്ടുമെല്ലാം സിനിമ ഒരു വല്ലാത്തൊരു ഫീലാണ് തന്നത്. പത്മരാജൻ എഴുതി ഡയറക്ട് ചെയ്ത് 1991 ഇറങ്ങിയ ഞാൻ ഗന്ധർവൻ. പത്മരാജൻ അവസാനമായി ഡയറക്ട് ചെയ്ത ഈ ഒരു ഫാന്റസി റൊമാൻറ്റിക് സിനിമയിൽ ഭാമ എന്ന പെൺകുട്ടിയുടെയും ദേവലോകത്ത് നിന്ന് ശിക്ഷിക്കപ്പെട്ട് ഭൂമിയിലെത്തിയ ഒരു ഗന്ധർവന്റെ ഇടയിലെ പ്രണയമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭൂമിയിലെ പെൺകുട്ടികളോട് ശാരീരിക ബന്ധം മാത്രം ചെയ്യാൻ അവകാശമുള്ള ഗന്ധർവന് പക്ഷേ ഭാമയെ പ്രണയിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവരുടെ പ്രണയം മനോഹരമായി ചിത്രീകരിച്ച പാട്ടുകളിലൂടെയും അത്രയ്ക്കും മനോഹരമായി ചിത്രീകരിച്ച റൊമാൻറ്റിക് സീനുകളിലൂടെയാണ് പത്മരാജൻ അവതരിപ്പിക്കുന്നത്. ഭാമയായി മുമ്പ് ഭരതന്റെ വൈശാലിയിൽ അഭിനയിച്ചിരുന്ന സുബർണാനന്ദും ഗന്ധർവനായി അന്ന് മഹാഭാരതം ഹിന്ദി സീരിയലിലൂടെ ഫേമസ് ആയിരുന്ന നിതീഷ് ഭരദ്വാജാണ് അഭിനയിച്ചിരുന്നത്. VS വിമൽ ഡയറക്ട് ചെയ്ത് 2015 ഇറങ്ങിയ എന്ന് നിന്റെ മൊയ്തീൻ. കോഴിക്കോട് മുക്കത്തെ കാഞ്ചനമാലയുടെയും BP മൊയ്തീന്റെയും ജീവിതത്തിനെ ബേസ് ചെയ്തെടുത്ത സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച നഷ്ടപ്രണയ സിനിമകളിൽ ഒന്നുകൂടിയാണ്. 1960കളിൽ സെറ്റ് ചെയ്ത സിനിമയിൽ അത്രയ്ക്കും മനോഹരായാണ് മൊയ്തീന്റെയും കാഞ്ചനയുടെയും പ്രണയത്തെയും അന്യമതക്കാരായോണ്ട് ഒരുമിക്കാൻ പറ്റാതെ എന്നെങ്കിലും ഒരുമിക്കുന്നതിനായുള്ള അവരുടെ കാത്തിരിപ്പും ഒക്കെ അവതരിപ്പിച്ച് ഒടുവിൽ അവരുടെ പ്രണയത്തിനുണ്ടാകുന്ന ദുരന്തവും കാഞ്ചനമാലയുടെ കണ്ണീരും ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു നോവായിട്ടുണ്ടാവും. കാഞ്ചനമാലയായി പാർവതിയും മൊയ്തീനായി പൃഥ്വിരാജും മികച്ച അഭിനയാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. അപ്പുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. രാത്രി കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും എന്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. അൽഫോൻസ് പുത്രന്റെ പ്രേമം ഇറങ്ങുന്നതിനും 30 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു കോളേജ് സ്റ്റുഡന്റിന്റെയും ടീച്ചറിന്റെയും പ്രണയം പറഞ്ഞ സിനിമ അന്നത്തെ കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ ആകെ ഇളക്കി മറിച്ചിരുന്നു. ഭരതൻ ഡയറക്ട് ചെയ്ത് 1980 ഇറങ്ങിയ ചാമരം. വിനോദിന് കോളേജിൽ പഠിപ്പിക്കുന്ന തന്റെ ടീച്ചറായ ഇന്ദുവിനോട് പ്രണയം തോന്നുന്നു. പക്ഷെ വിനോദിനെ വെറും സ്റ്റുഡന്റായി മാത്രം കാണുന്ന തന്റെ അമ്മായിയുടെ മകനുമായിട്ട് ഓൾറെഡി കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ആളോട് ഓൾറെഡി പ്രണയത്തിലായ ഇന്ദുവിന് വിനോദിന്റെ പ്രണയം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വിനോദായി പ്രതാപോത്തനും ഇന്ദുവായി സെറീന വഹാബുമാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസ് സിനിമകളിൽ ഒന്നായ ചാമരം അന്നത്തെ കൺവെൻഷണൽ പ്രണയ സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ച സിനിമയായിരുന്നു. ഫാസിൽ ഡയറക്ട് ചെയ്ത് 1997 ഇറങ്ങിയ അനിയത്തിപ്രാവ്. സുധിയുടെയും മിനിയുടെയും പ്രണയവും അവരുടെ പ്രണയത്തിൽ വ്യത്യസ്ത മതക്കാരായ അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്ന എതിർപ്പും അതേ തുടർന്ന് അവർ അവരുടെ പ്രണയത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയായിരുന്നു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മലയാളത്തിലെ പ്രണയ സിനിമകൾക്ക് പുതിയൊരു മുഖവും മലയാളി കാമുകന്മാർക്ക് പുതിയൊരു റോൾ മോഡലിനെയുമാണ് സിനിമ കൊടുത്തത്. സിനിമയിലെ മനോഹരായ പാട്ടുകളും കുഞ്ചാക്കോ ബോബന്റെയും ശാലിനിയുടെയും കെമിസ്ട്രിയും ഒക്കെ സിനിമയിലെ പ്രണയ സീനുകൾ മനോഹരാക്കി. തകഴിയുടെ നോവലിനെ ബേസ് ചെയ്ത് രാമു കാര്യായിട്ട് ഡയറക്ട് ചെയ്ത് 1966 ഇറങ്ങിയ
ചെമ്മീൻ. കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും പ്രണയം പറഞ്ഞ സിനിമ കടപ്പുറത്തെ ആൾക്കാരുടെ ജീവിതത്തെ ബേസ് ചെയ്തായിരുന്നു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും നഷ്ടപ്രണയവും കറുത്തമ്മ പളനിയെ വിവാഹം കഴിക്കുന്നതും എന്നാൽ പരീക്കുട്ടിക്ക് വീണ്ടും കറുത്തമ്മയെ കാണേണ്ടി വരുന്നതൊക്കെയാണ് സിനിമയുടെ കഥ. സിനിമയിലൂടെ പരീക്കുട്ടി നിരാശകാമകന്മാരുടെ ഐക്കണായി മാറി. പരീക്കുട്ടി സിനിമയിൽ പാടുന്ന മാനസമേനെ പാട്ട് നിരാശകാമകന്മാരുടെ ഒഫീഷ്യൽ സോങ്ങുമായി. സിനിമയുടെ അവസാനത്തിലെ എൻഡ് സീൻ ഇന്ത്യൻ പ്രണയ സിനിമകളിലെ തന്നെ ഒരു ഐക്കോണിക് സീൻ ആയിരുന്നു. സിനിമയിൽ ഷീലയും മധുവും സത്യനും ഒക്കെ ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ച്. പത്മരാജൻ എഴുതി ഡയറക്റ്റ് ചെയ്ത് 1987 ഇറങ്ങിയ തൂവാനത്തുമ്പികൾ ജയകൃഷ്ണന്റെയും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി വരുന്ന ക്ലാരയുടെയും ഇടയിലെ വളരെ കോംപ്ലക്സ് ആയ പ്രണയമാണ് ഈ മനോഹരമായ പത്മരാജൻ സിനിമ പറയുന്നത്. ക്ലാരയുടെ മനസ്സിൽ എന്താണെന്ന് ഒരിക്കലും മനസ്സിലാകാത്ത ജയകൃഷ്ണനെ അവതരിപ്പിച്ച ലാലേട്ടനും സ്വാതന്ത്ര്യത്തെ എല്ലാത്തിനും വലുതായി സ്നേഹിക്കുന്ന ക്ലാരയെ അവതരിപ്പിച്ച സുമലതയും ആ വേഷത്തിൽ അങ്ങ് ജീവിക്കുകയായിരുന്നു. മഴയെ സിനിമയിൽ ഒരു ക്യാരക്ടറായി തന്നെയാണ് പത്മരാജൻ അവതരിപ്പിക്കുന്നത്. പരസ്പരം എന്താണെന്ന് അറിയാത്ത ഒരു ഇഷ്ടമാണെങ്കിലും വീണ്ടും കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും പുതിയൊരു ജീവിതം തുടങ്ങാൻ കൈകൊടുത്ത് വേർപിരിയുന്ന ക്ലാരയും ജയകൃഷ്ണനും മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പ്രണയ ജോഡികളാണ്. നമ്പർ 1 പോകുന്നതിന് മുമ്പ് കുറച്ച് ഹോണറബിൾ മെൻഷൻസ്. അന്നയും റസൂലും, നിറം, പ്രേമം, എന്നെന്നും കണ്ണേട്ടൻ്റെ, ഡെയ്സി, പ്രണയം, ഗസൽ, തട്ടത്തിൻ മറയത്തിൽ. പത്മരാജൻ എഴുതി ഡയറക്റ്റ് ചെയ്ത് 1986 ഇറങ്ങിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. സോളമന്റെ പുതിയ അയൽവാസിയായി എത്തുന്ന അമ്മയുടെയും രണ്ടാനച്ഛന്റെയും കൂടെ കഴിയുന്ന സോഫിയുടെയും ഇടയിലെ പ്രണയമാണ് ഈ പത്മരാജൻ ക്ലാസിക്കിൽ പറഞ്ഞത്. സോളമന്റെ മുന്തിരിത്തോപ്പുകളിൽ സോളമനും സോഫിയയും ഒരുമിച്ച് താമസിക്കുന്ന സ്വപ്നം കണ്ട് പ്രണയിക്കുന്ന അവർക്ക് മറ്റു പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നതാണ് സിനിമയുടെ കഥ. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സോളമന്റെ സോഫിയോടുള്ള പ്രണയത്തിന്റെ ആഴം കാണിക്കുന്ന സിനിമയിൽ ബൈബിളിലെ സോളമന്റെ ഉത്തമഗീതത്തിലെ വരികളെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയാണ് പത്മരാജൻ കഥ പറയുന്നത്. ഇതെല്ലാമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളെ മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രണയ സിനിമയാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാളം റൊമാൻറ്റിക് സിനിമ ഏതാണ്? കമന്റ് ചെയ്യുക. നിങ്ങളൊരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സായ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.